ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന രാഹുൽ ഗാന്ധി തുടരുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും കോടതിയിൽ നിന്നൊരു തിരിച്ചടി കിട്ടിയല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് നടത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥിയുടെ മുന്നിൽ ഒരു കണ്ടംപ്റ്റ് കേസാണ് വന്നത്. സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗം ഹാജരാക്കിയിട്ടാണ് കേസ് വന്നത്. ആ കേസ് പരിഗണിച്ച കോടതി ഇന്നലെ അസന്നിഗ്ധമായി പറഞ്ഞു, രാഹുൽ ഗാന്ധിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്. എന്തിനാണ് തെളിവുണ്ടത്? ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചു എന്നതിന് തെളിവുണ്ട്. അതുകൊണ്ട് രാഹുൽ മസ്റ്റ് ബി ട്രയൽഡ്, രാഹുലിനെ നിർബന്ധമായും വിചാരണ ചെയ്യണം എന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന അത്ര നിസ്സാര സംഭവമൊന്നുമല്ല. കാരണം പറയും രാഷ്ട്രീയ ശത്രുത കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തു എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയും. ഇത് കോടതി രേഖകൾ പരിശോധിച്ചിട്ട് കോടതി പറയുന്നു, ഒന്ന്, രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തെ ആക്ഷേപിച്ചു, അപമാനിച്ചു, അതിന് തെളിവുണ്ട്. ഇതും കൂടാതെ പറയുന്നത് എന്താണ്? ഇയാളെ വിചാരണ ചെയ്യണം, വിചാരണ ചെയ്തിട്ട് തെളിയിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയെ ശിക്ഷിക്കും. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ടാണ് കോടതി ഹൈക്കോടതി, ഒരു ഭരണഘടനാ കോടതിയാണ് ഹൈക്കോടതി ഭരണഘടനാ കോടതി പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ലോകത്തെമ്പാടും ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രതിനിധികൾ കക്ഷിഭേദം കൂടാതെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള CPMൻ്റെ ആളുകൾ, ഒവൈസിയെ പോലെയുള്ള ആളുകൾ, അവർ രാഷ്ട്രീയം മറന്ന് ലോകത്തെമ്പാടും ശശി തരൂരും സൽമാൻ ഖുർഷിദും കനിമൊഴിയും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇന്ത്യ എന്ന വികാരം ഉയർത്തിപ്പിടിച്ച് ലോകരാജ്യങ്ങളിൽ പോയി പാകിസ്ഥാൻ എന്ന് പറയുന്ന മതഭീകര തീവ്രവാദ രാഷ്ട്രത്തിനെതിരെ കാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് എന്താ? ഇന്ത്യ തോറ്റു. പാകിസ്ഥാൻ ടെലിവിഷൻ ഇന്നലെ ആഘോഷിക്കുകയായിരുന്നു. പാകിസ്ഥാൻ പറയുന്നത് തോറ്റമ്പിയ പാകിസ്ഥാൻ, ഞങ്ങൾ ജയിച്ചു എന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കെ പാകിസ്ഥാൻ ടെലിവിഷനുകളിൽ ഇന്നലത്തെ പ്രധാന വാർത്ത രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമായിരുന്നു. ഇന്ത്യ തോറ്റു എന്ന്, ഇന്ത്യ സറണ്ടേഡ് എന്ന്, മോദി സറണ്ടേഡ് പാകിസ്ഥാന് മുന്നിൽ നിന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ചിത്രം കാണിച്ച് പാകിസ്ഥാൻ ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ തോറ്റ ഒളിവിൽ കഴിയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുതുകത്ത് കയറിയിരുന്ന് ഇന്ത്യ തോറ്റേ എന്ന് വിളിച്ചു പറയുന്ന പരമരാജ്യദ്രോഹിയായ ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി. അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധാർമ്മികത, പോരാട്ട വീര്യം, അതിൻ്റെ അന്തസ്സിനെയൊക്കെ കെടുത്തുന്ന തരത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്ന ഇതേ സന്ദർഭത്തിലാണ് ഇന്നലെ ലക്നൗ ഹൈക്കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ സൈന്യത്തെ ആക്ഷേപിച്ചതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്, രാഹുലിനെ വിചാരണ ചെയ്ത് ശിക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതം വലുതാണ്. ഈ ഭരണഘടനാ പദവി തന്നെയാണ് പ്രതിപക്ഷ നേതാവ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ട ഈ മനുഷ്യൻ ഇവിടെ ഈ രാജ്യത്തെ അപമാനിക്കാൻ, നമ്മുടെ സൈന്യത്തെ ആക്ഷേപിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധകാലത്ത് പോലും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, പോസ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ, തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടേ ഉള്ളൂ. ഒരു മെയ് 10 വരെയുള്ള ഒരു വെടിനിർത്തൽ കരാറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വെടിനിർത്തൽ കരാർ കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീവ്രവാദ പ്രവർത്തനം ഉണ്ടായാൽ നമ്മൾ അതിഭീകരമായി അടിക്കും, നമ്മളത് യുദ്ധമായി കണക്കാക്കുമെന്നുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് രാഹുൽ ഗാന്ധി ഇന്ത്യ തോറ്റു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ് പാകിസ്ഥാൻ അത് ആഘോഷിക്കുന്നത്. അതേ സന്ദർഭത്തിൽ തന്നെയാണ് ഈ കോടതി വിധി വരുന്നത്. കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടും. ഇനി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വക്കാലത്ത് പറയുന്ന കോൺഗ്രസ്സുകാർ, ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ത് പറയും? നമ്മുടെ മലയാള മാധ്യമങ്ങളിലും മലയാള ടെലിവിഷൻ ചാനലിലും ഒന്നും വാർത്ത വന്നിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു ക്ഷീണം വരുന്നത് ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സഹിക്കത്തില്ലല്ലോ. ഏതായാലും ഔദ്യോഗികമായി ലക്നൗ ബെഞ്ചിൻ്റെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇനി നേരിടാൻ പോകുന്നത് വിചാരണ നടപടികളാണ്. അപ്പോൾ ഈ കേസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് BRO എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. അതൊരു പാരാമിലിറ്ററി, BSF പോലെ ഒരു പാരാമിലിറ്ററി വിഭാഗമാണ്. സൈന്യം സഞ്ചരിക്കുന്ന റോഡുകൾ അല്ലെങ്കിൽ അതിർത്തി പ്രദേശത്തെ റോഡുകൾ മുഴുവൻ നിർമ്മിക്കുന്നത് BRO ആണ്. വേണമെങ്കിൽ സൈന്യത്തിൻ്റെ ഒരു PWD എന്ന് പറയാം. അപ്പോൾ ഒരിടത്തൊരു യുദ്ധം ഉണ്ടായാൽ ആദ്യം പോകുന്നത് ഈ BRO, ഗ്രഫ്, ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സ്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ സംഘടന ഈ പാരാമിലിറ്ററിയാണ്. അവർ റോഡുകൾ ഉണ്ടാക്കും, പാലങ്ങൾ ഉണ്ടാക്കും. ചിലപ്പം നമ്മൾ ബെയിലി പാലം കണ്ടില്ലേ, ഈ മുണ്ടക്കൈ കണ്ടു, താൽക്കാലികമായ പാലം ഉണ്ടാക്കുന്നു,
എന്നിട്ട് സൈന്യം പോയി കഴിഞ്ഞ് അയച്ചുകൊണ്ട് സ്ക്രാപ്പ് ചെയ്ത് വണ്ടിയൊക്കെ കൊണ്ടുപോകും, തിരിച്ച് സൈന്യം വരുമ്പോൾ ഇട്ട് കൊടുക്കും. ഇങ്ങനെ അതിർത്തി റോഡുകളുടെ നിർമ്മാണം, പരിപാലനം ഇതൊക്കെ സൂക്ഷിക്കുന്ന ഏറ്റവും മുൻനിരയിൽ പോകുന്ന ഒരു സേനാ വിഭാഗമാണ് BRO. BROയുടെ ഡയറക്ടറായിരുന്ന ഉദയ് ശങ്കർ ശ്രീവാസ്തവ രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്ത കേസിലാണ് ലക്നോ ബെഞ്ച്, അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നോ ബെഞ്ചിൻ്റെ സുപ്രധാന വിധി. അപ്പോൾ രാഹുൽ ഗാന്ധി 2022 ഡിസംബർ 16-ന് അരുണാചൽ പ്രദേശിൽ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ 2022 സെപ്റ്റംബർ മുതൽ ജനുവരി 23 വരെ നടന്ന ഭാരത് ജോഡോ യാത്രക്കിടയ്ക്ക് മാധ്യമങ്ങളോട് പ്രസ്താവന നടത്തി. രാഹുൽ ഗാന്ധിയുടെ ഒരു ഫ്രസ്ട്രേഷൻ, നൈരാശ്യം മുഴുവൻ വിളിച്ചു പറയുന്നൊരു പ്രസ്താവനയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ ഈ ഭാരത് ജോഡോ യാത്രയായിട്ട് പോകുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, സച്ചിൻ പൈലറ്റ് എവിടെ, ഗെലോട്ട് എവിടെ, നിങ്ങളവിടെ കാണുന്നില്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവർക്ക് ഇത് ചോദിക്കാനേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരമുള്ളൂ. നിങ്ങളറിഞ്ഞോ, തിരിച്ച് ഈ സർക്കാരിനോട് ഒറ്റ ചോദ്യം ചോദിക്കാൻ തയ്യാറാവുന്നില്ല. അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തിയിൽ, ചൈനീസ് അതിർത്തിയിൽ നമ്മുടെ പട്ടാളക്കാരെ ചൈനീസ് പട്ടാള ചവിട്ടിക്കുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 20 പേരെ ഇപ്പം കൊന്നു കഴിഞ്ഞു. ഇതൊന്നും ചോദിക്കാൻ ഇവിടെ മാധ്യമവും ഇല്ല, ഇവിടുത്തെ ജനങ്ങളും ഇല്ല. അവർക്ക് രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാൻ, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ അയാൾ വരാത്തത് എന്താ, മറ്റേയാൾ വരാത്തത് എന്താ എന്ന് ചോദിക്കാനേ നേരമുള്ളൂ എന്ന് വാർത്താമാധ്യമങ്ങളോട് സംസാരിച്ചു. ആ സമയത്ത് അതിർത്തിയിൽ സംഘർഷമില്ല. അങ്ങനെ ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനീസ് പട്ടാളക്കാർ ചവിട്ടിക്കൂട്ടി എന്ന് പറയുന്നൊരു സംഭവം നടന്നിട്ടില്ല. ആ സമയത്ത് 20 ഇന്ത്യൻ ഭടന്മാർ കൊല്ലപ്പെട്ടിട്ടില്ല. അപ്പൊ വ്യാജമായി ഇന്ത്യയുടെ 20 പട്ടാളക്കാരെ ചൈനീസ് പട്ടാളം കൊന്നുവെന്ന കള്ളം പറഞ്ഞു. നമ്മുടെ പട്ടാളക്കാരെ ചൈനീസ് പട്ടാളം അതിർത്തിയിൽ ചവിട്ടിക്കുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് കള്ളം പറഞ്ഞു. ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മളെയെല്ലാം കാത്തു രക്ഷിക്കുന്ന നമ്മുടെ സൈന്യത്തെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞ്, വ്യാജം പറഞ്ഞ്, ഫേക്കായ ഒരു കാര്യം പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്കുണ്ടാകുന്ന വികാരം എന്താണ്? ഈ സൈനികർക്കുണ്ടാകുന്ന വികാരം എന്താണ്? അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന വികാരം എന്താണ്? ഇതൊന്നും മാനിക്കാതെ സൈന്യത്തിൻ്റെ പോരാട്ട വീര്യത്തെ ബാധിക്കുന്ന തരത്തിൽ നിരുത്തരവാദപരമായ പ്രസ്താവന എന്നല്ല പറയേണ്ടത്, കള്ളപ്രസ്താവന നടത്തി. എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയോട് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അല്ല, നിങ്ങളുടെ ജാഥയിൽ അശോക് ഗെഹ്ലോട്ടിനെ കണ്ടില്ലല്ലോ, സച്ചിൻ പൈലറ്റിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ ഇറിറ്റേറ്റഡ് ആവും, ഇയാൾക്ക് ചൊറിഞ്ഞു കയറും സർവാംഗം. എന്നിട്ട് അയാൾ അത് മറക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും, നീയൊക്കെ പോയി നിന്റെ പട്ടാളത്തോട് ചോദിക്കടാ, നിന്റെ പട്ടാളം, മനസ്സിലായില്ലേ? ഇയാളല്ല, ഇയാളുടെ പട്ടാളം ചൈനീസ് പട്ടാളമാണ്. നമ്മളെന്ന് പറയാൻ പറ്റില്ല, അത് പറയില്ലല്ലോ. നിന്റെ പട്ടാളത്തോട് ചോദിക്കുക, അവനെയൊക്കെ ചവിട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, അവൻ 20 പേരെ ഇന്ന് കൊന്നില്ലേ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ ഒന്നെങ്കിൽ ഇയാൾക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ രാജ്യവിരുദ്ധത കൊണ്ട് ഇയാൾക്ക് വീണ്ടും ഭ്രാന്തായി കാണും. കാരണം എത്ര വർഷമായി, 11 വർഷമായി അധികാരമില്ല കോൺഗ്രസിന്. അതെ, ഇനി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ കഴിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്ന് കാത്തിരുന്നിട്ട് ആ പ്രതീക്ഷകളുടെ കൂമ്പ് വാടിപ്പോയി. അതുകൊണ്ട് രാജ്യത്തെ ഏതു തരത്തിലും അപമാനിക്കാൻ, രാജ്യത്തെ സൈന്യം തകരണമെന്നാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ രാജ്യം വിഘടിച്ച് പല കഷ്ടമായി വെടക്കാക്കി തനിക്കാക്കുക, എനിക്കില്ലെങ്കിൽ ആർക്കുമില്ല എന്ന് കരുതുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ, എനിക്ക് സ്വത്തൊന്നും കിട്ടിയില്ലെങ്കിൽ, എനിക്ക് തറവാട് കിട്ടിയില്ലെങ്കിൽ ഞാൻ തറവാടിന് തീ വെക്കുമെന്ന് പറയുന്ന ചില ദുഷ്ട മനസ്സിൽ ഉള്ള അനന്തരവന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, മരുമക്കത്തായൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്. അതുപോലെ എനിക്ക് അധികാരമില്ലെങ്കിൽ, എൻ്റെ പാർട്ടിക്ക് അധികാരമില്ലെങ്കിൽ ഈ രാജ്യം നശിക്കണം, അതിനാദ്യം ഈ രാജ്യത്തെ സൈന്യം നശിക്കണം എന്ന് കരുതുന്ന രാജ്യവിരുദ്ധൻ്റെ ജൽപ്പനങ്ങളല്ല, ഭ്രാന്തമായ അട്ടഹാസങ്ങളാണ് നമ്മൾ ഇങ്ങനെ കേട്ടത്. അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇന്ത്യൻ സേനയുടെ ഒരു പാരാമിലിറ്ററി വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ഉദയ് ശങ്കർ ശ്രീവാസ്തവ, ഒരു സാധാരണക്കാരനൊന്നുമല്ല, രാഷ്ട്രീയക്കാരനുമല്ല, സൈന്യത്തിൻ്റെ രാഷ്ട്രീയമില്ലല്ലോ, അദ്ദേഹം പറയുന്നു, ഇന്ത്യൻ സേനയെക്കുറിച്ച് പച്ചക്കള്ളം ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ സൈന്യം എന്ത് ചെയ്യും? അതുകൊണ്ട് കോടതി കേസെടുക്കണമെന്ന് പറഞ്ഞു. ലക്നൗ മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു. ലക്നൗ മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിട്ട് സമൻസ് അയച്ചു. രാഹുൽ ഗാന്ധി വരണമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇതിനെ ചാലഞ്ച് ചെയ്ത് ലക്നൗ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്തിട്ടാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിലെത്തിയത്. അപ്പോൾ രാഹുൽ ഗാന്ധി പോയ കേസാണ്. രാഹുൽ ഗാന്ധി ആശ്വാസം തേടി പോയ കേസിൽ കോടതി രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് ഒന്നാന്തരം അടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിസംബർ 9-നാണ് പിന്നീട് ഒരു ക്ലാഷ് ഇന്ത്യയായിട്ട് ഗാൽവാനിൽ ഉണ്ടായതിനു ശേഷം ചൈനയും
ഇന്ത്യയും തമ്മിൽ, ചൈനീസ് ഭടന്മാരും ഇന്ത്യയും തമ്മിലും ഉണ്ടായത്. അന്ന് ഇരുഭാഗത്തും നേരിയ ചില പരിക്കുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. കായികമായിട്ടാണ് ഏറ്റുമുട്ടിയത്. അതിനെയാണ് ഈ മനുഷ്യൻ 20 ഇന്ത്യൻ ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും ഇന്ത്യൻ ഭടന്മാരെ ചവിട്ടിക്കൂട്ടുകയാണെന്നൊക്കെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ കോടതിയിൽ കേസ് വന്നപ്പോഴത്തേക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അപ്പീലുമായിട്ട് പോയ അഭിഭാഷകൻ പ്രാംശു അഗർവാൾ, അയാൾ പറഞ്ഞു, ഇയാൾ ആരാ വന്നിരിക്കുന്ന ഈ ഉദയ് ശങ്കർ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ ആളാരാ, അയാൾ എന്തിനാ ചോദ്യം ചെയ്തു വരുന്നത്? അയാൾ BROക്കാരനല്ലേ, അയാൾ പട്ടാളമല്ലല്ലോ. രാഹുൽ പറഞ്ഞത് സൈന്യത്തിനെതിരാണ്, അത് ചോദ്യം ചെയ്യാൻ പാരാമിലിറ്ററി ആയ അതിൻ്റെ ഡയറക്ടറായിരുന്നു ഇയാൾക്ക് എന്ത് അധികാരം? നോക്കൂ. അപ്പോൾ രാഹുലിൻ്റെ വക്കീൽ പറഞ്ഞ എന്താ? രാഹുൽ പറഞ്ഞത് ആർക്കെതിരെയാണ്? സൈന്യത്തിനെതിരെയാണ്. സമ്മതിച്ചു. മനസ്സിലായില്ലേ? സമ്മതിച്ചു. രാഹുൽ പറഞ്ഞെങ്കിൽ അത് സൈന്യത്തിനെതിരാണ്, അത് ചോദ്യം ചെയ്യാൻ ഇയാളാരാണ്? അപ്പോൾ കോടതി പറഞ്ഞാൽ അത് കൊള്ളാലോ, ഇന്ത്യൻ സൈന്യത്തിനെതിരെ എന്തു തോന്നിവാസവും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം. അത് ആർക്കെതിരെയും പറയാൻ പറ്റുകയില്ല. ഡിഫമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, അപകീർത്തികരമായ കാര്യങ്ങൾ, വ്യാജമായ കാര്യങ്ങൾ ആർക്കെതിരെയും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല മൗലികാവകാശം. അതുകൊണ്ട് ഉദയ് ശങ്കർ ശ്രീവാസ്തവ എന്ന് പറയുന്ന പാരാമിലിറ്ററി സേനയുടെ തലവനായിരുന്ന ആൾക്ക് ഇത് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അയാൾക്ക് മാത്രമല്ല, രാജ്യത്തെ ഏതൊരു പൗരനും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിലെ പ്രതിസന്ധി അറിയാതെ പണ്ട് ചൗക്കിദാർ ചോറെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന് ഈ മനുഷ്യൻ, ഈ വൃത്തികെട്ട മനുഷ്യൻ വലിയ പ്രചാരണം നടത്തി, ഒരു വ്യാജ പ്രചാരണം നടത്തി. അവസാനം സുപ്രീം കോടതി പിടിച്ചപ്പോഴത്തേക്ക് മാപ്പ് അപേക്ഷിച്ചു. ഗാന്ധിയെ കൊന്നത് സവർക്കറാണെന്ന് പറഞ്ഞു. ആ പ്രസ്താവന പിൻവലിച്ചു, അതിന് മാപ്പ് പറഞ്ഞു. ഇപ്പം കോടതിയെ കരുവാക്കി രാഷ്ട്രീയ പ്രചാരണം നടത്താൻ ഒരു ഉളുപ്പുമില്ലാത്ത നെറികെട്ട നാറിയ മനസ്സുള്ള പരമചറ്റത്തരം പറയുന്ന ഒരാളായിട്ട് രാഹുൽ ഗാന്ധി മാറിയിട്ട് കുറേ കാലമായി. ഇയാൾക്ക് ഭ്രാന്താണ്. എന്തു ഭ്രാന്ത്? പലതരം ഭ്രാന്തുകൾ ഇയാൾക്കുണ്ട്. ഒന്ന് കല്യാണം കഴിച്ചിട്ടില്ല, ആ ഭ്രാന്ത് കാണും. പിന്നെ അധികാരം കിട്ടാത്ത ഭ്രാന്ത്. ഇങ്ങനെയുള്ള ഭ്രാന്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തെ ഇയാൾ ആക്ഷേപിക്കുന്നു എന്ന് BJP പറയുമ്പോൾ, അമിത്ഷാ പറയുമ്പോൾ, നരേന്ദ്രമോദി പറയുമ്പോൾ രാഷ്ട്രീയം എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷവും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആര് പറഞ്ഞിരിക്കുന്നു? ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചു എന്നതിന് പ്രൈമാ ഫേസി പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്. അതുകൊണ്ട് രാഹുലിനെ വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇതുപോലെ നിർലജ്ജമായ രാജ്യവിരുദ്ധമായ മനസ്സുള്ള ഒരാൾ ഇതുവരെ ഇരുന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. നമ്മുടെയൊക്കെ നിർഭാഗ്യമാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ. നമുക്ക് പക്ഷേ വലിയ ആശ്വാസമുണ്ട്. എങ്ങാനും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ചാരനായ ഈ മനുഷ്യൻ, ചാരനെ പോലെ പ്രവർത്തിക്കുന്ന ഈ മനുഷ്യൻ, ചൈനയ്ക്കും പാകിസ്ഥാനും വേണ്ടി ഉണ്ണുകയും ഉറങ്ങുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ നട്ടലിന് അതോടെ ഒരു തണുപ്പ് കയറിപ്പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.